ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. തിരുവനന്തപുരം കൊടുങ്ങാനൂർ ഭാരതീയ വിദ്യാഭവനിൽ നിന്നും കൃഷ്ണപ്രിയയാണ് ഇന്ന് ചിന്താമൃതത്തിൽ പങ്കെടുക്കുന്നത്. കൃഷ്ണപ്രിയ ഇന്ന് നമ്മോട് തന്റെ ചിന്തകൾ പങ്കുവെക്കാൻ പോകുന്നത് രാജധർമ്മമായ രാജസൂയത്തെക്കുറിച്ചാണ്. ആരംഭിക്കാം ചിന്താമൃതം. നമസ്കാരം. പരമ്പരാഗതമായി മഹർഷി വാത്മീകിക്ക് അവകാശപ്പെടുന്ന ഇതിഹാസമാണ് രാമായണം. ഇതിൽ കോസല രാജ്യത്തിലെ അയോധ്യ നഗരത്തിലെ രാജകുമാരനായ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തെയാണ് വിവരിക്കുന്നത്. ബ്രാഹ്മണഹിതം സാധിച്ച ശേഷം അഗസ്ത്യമുനിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങി അയോധ്യയിലേക്ക് ശ്രീരാമചന്ദ്രൻ തിരിച്ചെത്തി. അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ രാഘവേന്ദ്രൻ തൻ്റെ സഹോദരന്മാരോടൊത്ത് ധർമ്മസേതു നടപ്പാക്കാനായി രാജസൂയയാഗം നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അനുജനായ ഭരതൻ ശ്രീരാമനെ പോലെ ധർമ്മത്തിൻ്റെ പ്രതീകമായ അദ്ദേഹം രാജസൂയയാഗം നടത്തേണ്ട ആവശ്യകത എന്തെന്ന് സന്ദേഹം പ്രകടിപ്പിച്ചു. ലോകത്തിൻ്റെ പിതാവായ പരമപുരുഷനായ ശ്രീരാമന് രാജസൂയം നടത്തി പ്രത്യേകമായി യശസ്സും കീർത്തിയും സമ്പാദിക്കേണ്ട ആവശ്യകത എന്തെന്നും ഹീനരായ രാജാക്കന്മാരെ എതിരിട്ട് അവരെ വധിച്ച് ലോകത്തിന് വിനാശകരമായ പ്രവൃത്തി ചെയ്യരുതെന്നും ഭരതൻ അപേക്ഷിച്ചു. ശ്രീരാമനിൽ ധർമ്മം കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ രാജസൂയം നടത്തി രാജാക്കന്മാരുടെ ജീവൻ എടുത്ത് അതിലൂടെ അധർമ്മം പ്രവർത്തിക്കരുതെന്ന് ഭരതൻ അഭ്യർത്ഥിച്ചു. ധർമ്മത്തെ അറിയുന്നവനായ ശ്രീരാമന് തൻ്റെ സഹോദരന്റെ വാക്കുകൾ തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഭരതന്റെ വാക്യങ്ങൾ ഉൾക്കൊണ്ട് ശ്രീരാമൻ രാജസൂയത്തിൽ നിന്ന് പിന്മാറി. ഇതിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ധർമ്മബോധവുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു രാജാവായിട്ടുകൂടി തൻ്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നതിലൂടെ ശ്രീരാമന്റെ സദ്ഗുണങ്ങൾ ഒന്നുകൂടെ വെളിയിൽ വരികയാണ് ചെയ്തത്. ഭരതനാകട്ടെ തനിക്കു ലഭിച്ച രാജ്യസ്ഥാനം ത്യജിച്ച് ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ പൂജിച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്നതിലൂടെ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഭരതന്റെ ഭക്തിയും വിവേകവും നമുക്ക് കാണുവാൻ കഴിയും. ശ്രീരാമനെ രാജസൂയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ രാജ്യത്തെ സംരക്ഷിക്കുന്നതിലൂടെയും ഭരതന്റെ നിഷ്കളങ്കമായ സഹോദര സ്നേഹമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശ്രീരാമനെ രാജസൂയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചപ്പോൾ ഭരതൻ ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇളയവരോ മുതിർന്നവരോ എന്ന് നോക്കാതെ നന്മ ആരുപദേശിച്ചാലും അത് കൈക്കൊള്ളണം എന്ന പാഠവും നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്.